ഇന്ന് വായിപ്പാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ മോശ എന്ന വിശ്വാസ വീരനെ കുറിച്ചാണ്. മോശയുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. അതിന്റെ 23 മുതൽ 28 വരെയുള്ള 6 വാക്യങ്ങളാണ് മോശയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നത്. ഹാൾ ഓഫ് ഫെയിം, ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ മോശയും ഉൾപ്പെടുവാൻ മോശയുടെ ജീവിതത്തിൽ എടുത്ത ആ തീരുമാനം ഇടയാക്കി തീർത്തു. When we trust God, we get what God can do. But when we trust in ourselves, we get only what weak people can do. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അതൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ നമ്മളിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. When we trust God, we get what God can do. But when we trust in ourselves, we get only what weak people can do. True biblical faith, obeying God in spite of circumstances and in spite of consequences. യഥാർത്ഥ വേദപുസ്തക വിശ്വാസം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തെ അനുസരിക്കുന്നതും അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ തിക്തഫലം എന്താണെന്ന് അന്വേഷിക്കാതെയും അനുസരിക്കുന്നതാണ് വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്. പഴയ നിയമ ഭക്തന്മാർ, അപ്പസ്തോല ഭക്തന്മാരൊക്കെ ചെയ്ത പല കാര്യങ്ങളും സാധാരണ ബുദ്ധിക്ക് മണ്ടത്തരമായിട്ട് തോന്നാം. അതിന്റെ കോൺസിക്വൻസ് പലരുടെയും ശിരച്ഛേദനം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിന്റെ റിസൾട്ട്, ഉത്തരം എന്തായിരിക്കും എന്നൊന്നും അവര് നോക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ അനുസരിച്ചു, ദൈവത്തെ അനുഗമിച്ചു. അതാണ് നമ്മളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. മോശയുടെ ജീവിതത്തിലും ഒരു സാധാരണ യുവാവ് എങ്ങനെ വൻ കാര്യങ്ങൾ, ഇസ്രായേലിന്റെ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ മോശയെ പോലെ ഒരു മനുഷ്യൻ ദൈവം അഭിമുഖമായി സംസാരിച്ച, ദൈവം ഒരു കൂട്ടുകാരനെ പോലെ ഫേസ് ടു ഫേസ് സംസാരിച്ച, ദൈവം ഉപയോഗിച്ച, വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയ ഒരു വ്യക്തി വേറെ ഇല്ല. അവന്റെ പാരമ്പര്യം ഒന്നും പറയാനില്ല. അടിമച്ചെറുക്കനായിട്ട്, അടിമ പൈതലായിട്ട് ജനിച്ചപ്പോൾ തന്നെ മരണത്തിന് വിധിക്കപ്പെട്ടു. ഇതിൽ കൂടിയ ഒരു ഗതികേട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനാ. രാജാവിന്റെ ആ കൽപ്പനയുള്ള സമയത്താണ് മോശയുടെ ജനനം. അതായത് അവന്റെ മരണം നിശ്ചയമാണ്. മോശ ജനിച്ചപ്പോൾ ജനനത്തിൽ തന്നെ കൊല്ലുവാനുള്ള കൽപ്പന മിഡ്വൈഫ്സിന് കൊടുത്തു. എന്നാൽ അതും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ 2 വയസ്സുള്ള അല്ലെങ്കിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാനുള്ള കൽപ്പനയും കൊടുത്തു. എന്നാൽ ലോകം എത്രമാത്രം ദൈവമക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുവോ അതേ സന്ദർഭത്തിൽ അത്ഭുതകരമായി ദൈവത്തിനും പ്രവർത്തിപ്പാൻ കഴിയും. നമ്മുടെ ദൈവമക്കളെ എത്ര ഒതുക്കാൻ ശ്രമിച്ചാലും, അവരുടെ വേദപുസ്തകം എത്ര നദികളിൽ എറിഞ്ഞു കളഞ്ഞാലും അവരെ പീഡിപ്പിക്കും തോറും വർദ്ധിക്കും എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും അവര് വളർന്ന് വർദ്ധിച്ച് വലിയൊരു സൈന്യമായി തീരുന്നു. ഇതാണ് യഹോവ ഉള്ള ജനവും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പീഡകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. When we go forward by obeying the word of God, there will be tribulations, persecutions and so many trials and troubles. But go forward. God is in control. He will take care of us and our families and our church. He will expand us.
he will fulfill his mission. അവൻ അവന്റെ പ്രവൃത്തി നിർവഹിക്കും. അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് the true biblical faith, obeying God in spite of circumstances and in spite of consequences. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചട്ടെ. മോശയുടെ പേരൻസ് ദൈവഭക്തരായിരുന്നു, അമ്രാം ആൻഡ് ജോക്കബെറ്റ്. ദൈവഭക്തരായിരുന്ന കൊണ്ടാണ്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരുന്നത് കൊണ്ടാണ് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ, അതിന്റെ 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസത്തോളം ഒളിപ്പിച്ചു വെച്ചു. ഇന്നത്തെ മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ കനേഡിയൻ ഗവൺമെന്റ് പോലെ ട്രൂഡോയ്ക്കുള്ള അധികാരം പോലെ അല്ലായിരുന്നു അന്നത്തെ ഫറവോനുള്ള അധികാരം. സർവ അധികാരി അദ്ദേഹം പറയുന്നതിന് വേറെ ഒരു അപ്പീൽ പോകാൻ വേറെ ഒരു കോർട്ടില്ല. ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ കൊന്നുകളയുക. ഏതെങ്കിലും ഒരു ആൺ പൈതലിനെ ജീവനോടെ വെക്കുന്ന കുടുംബത്തെയും കൊന്നുകളയും. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ്, മോശക്കുഞ്ഞിനെ ജീവനോടെ വെക്കുന്നത് തങ്ങളുടെ തലയ്ക്ക് അപകടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യഹോവയാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ മോശയെ ജീവനോടെ സൂക്ഷിച്ചു. ആശയ്ക്ക് വിരോധമായി അവർ ആശയോടെ വിശ്വസിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെട്ടു. ദൈവമക്കളായ നമ്മളിലും ഈ കാലങ്ങളിൽ വെളിപ്പെടേണ്ടത്, ലോകത്തിന്റെ നിയമങ്ങൾ എത്ര കാഠിന്യമായിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, എന്നുവരെ നമ്മൾ സുവിശേഷത്തെ മുറുകെ പിടിക്കുമോ, യേശുവിനെ സ്നേഹിക്കുന്നുവോ, അന്ന് വരെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഐശ്വര്യം എന്നുള്ളത് മറന്നു പോകരുത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്നൊരു ചെറിയ ഐലൻഡായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് തന്നെ വലിയൊരു പെർസെൻറ്റേജ് ഇസ്ലാമിക് ഫെയ്ത്ത് ആണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സുവിശേഷത്തെ മുറുകെ പിടിക്കുക, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ട കാര്യമാണ്. മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ പിന്നീട് പൈതലിന്റെ കരച്ചിലും ഇത് ലോകം അറിയും എന്നുള്ള നിലയായപ്പോൾ ഒരു ഞാങ്ങണപ്പെട്ടകം വിലയ്ക്ക് വാങ്ങിച്ച് അതിൽ പശ തേച്ച് നൈൽ നദിയിലേക്ക് വിടുവാനായിട്ട് ഇടയായി തീർന്നു. അതും വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. നൈൽ നദിയിൽ ക്രോക്കഡൈൽസ്, മുതലകൾ ധാരാളമുള്ള ഒരു നദിയാണ്. അന്നും ഇന്നുമുണ്ട്. ഇപ്പൊ മുതലയ്ക്ക് ആഹാരമാകേണ്ട ഒരു പൈതലിനെ അവർ ഞാങ്ങണയുടെ പെട്ടകത്തിൽ വെച്ച് നദിയിലേക്ക് ഒഴുക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്ന് അറിയേണ്ടതിന് മിറിയാമിനെ സമീപത്ത് നിർത്തിയിട്ട് ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കൾ ഭവനത്തിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരിക്കും. ഈ നദിയിലേക്ക് വെച്ച നിമിഷം മുതൽ ഇതിന്റെ കൺട്രോൾ ദൈവത്തിന്റെ പക്കലാണ്. അതേസമയം തന്നെ ഫറവോന്റെ പുത്രി അവിടെ കുളിക്കാൻ കടന്നു വരുന്നു. പെട്ടകം ഒഴുകി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അല്ലെങ്കിൽ ഞാങ്ങണപ്പെട്ടകളുടെ ഇടയിൽ നിന്ന് തോഴിമാർ ഇത് കണ്ടുപിടിക്കുന്നു. ഈ രാജകുമാരി അത് തുറക്കുന്നു. പൈതൽ കരയുന്നു, മനസ്സലിവ് തോന്നുന്നു. ഇതെല്ലാം ദൈവത്താൽ നിയന്ത്രിതമായ സംഭവങ്ങളാണ്. ഒരു പക്ഷെങ്കിൽ കുഞ്ഞിനെ ഇട്ടത് ഒഴുകിപ്പോയ ശേഷം രാജകുമാരി കുളിക്കാൻ വരികയോ അല്ലെങ്കിൽ കുളിച്ചു പോയ ശേഷം ഇത് ഒഴുക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയില്ലായിരുന്നു. ആ വെള്ളത്തിൽ വെച്ച നിമിഷം മുതൽ ആ ചെറിയ പെട്ടകത്തെ നിയന്ത്രിച്ച ദൈവമായിരുന്നു. കൃത്യം കൊണ്ട് അവളുടെ മുമ്പിലേക്ക് തന്നെ ചെന്ന് ചേരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തുടർന്ന് മോശ സ്വന്തം ഭവനത്തിൽ തന്നെ മാതാവിന്റെ പാല് കുടിച്ച് വളരുന്നു. അവിടെ വെച്ച് തന്റെ ഐഡന്റിറ്റി അവന് വ്യക്തമാകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഈ രാജ്യത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാനഡ കുഞ്ഞുങ്ങളെ വളർത്താൻ, അല്ലെ വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റിയ രാജ്യമല്ല, കാശുണ്ടാക്കാൻ പറ്റിയ രാജ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വളരെ അധികം ശ്രദ്ധിക്കണം. ചെറുപ്രായത്തിൽ തന്നെ ഈ സുവിശേഷം, യേശുവിനോടുള്ള സ്നേഹം അവർക്ക് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പണമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്, മോർഗേജ് പേ ചെയ്യേണ്ടത് ആവശ്യമാണ്, ലോണുകൾ അടയ്ക്കേണ്ടത് ആവശ്യമാണ്,
കുഞ്ഞുങ്ങൾക്ക് എന്റർടൈൻമെന്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആരാധന മുടക്കിയുള്ള എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ പോകുകയാണെങ്കിൽ അതിനുവേണ്ടി വലിയൊരു വില വരും ദിവസങ്ങളിൽ കൊടുക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ചർച്ചിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭവനത്തിലായിരിക്കണം. ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയം എന്ന മാംസപ്പലകമേൽ എഴുതുവാൻ ഇടയായി തീരണം. 24 വാക്യത്തിൽ 11:24 ഹീബ്രൂസ്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശ ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഡിസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. We take so many decisions on a daily basis. Some are important, some are unimportant, some are simple, some are complex. വലുതും ചെറുതുമായ അനേക തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവരി ഡിസിഷൻ ഹാസ് ഇറ്റ്സ് കോൺസിക്വൻസ്. ഓരോ തീരുമാനത്തിനും അതിൻ്റെതായ ഒരു റിസൾട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ക്രിസ്ത്യാനികളായ നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാഗരൂകരായിരിക്കണം. ഒരാളുടെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കാണുമ്പോഴറിയാം ആൾ എന്തുമാത്രം മച്ചുവറാണ്, ആള് എന്തുമാത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളത് തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരാളുടെ ക്രിസ്ത്യൻ മച്യൂരിറ്റിയുടെ ഒരു മെഷറിംഗ് റോഡാണ് what are the decisions he is taking on his daily life. ദൈനംദിന ജീവിതത്തിൽ തീരുമാനങ്ങളുടെ ആഴം, അതിന്റെ അർത്ഥം മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തി ഒരു ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണ്. അവന്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബിസിനസ്സിലും നമ്മൾ ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്നു. പണം ഉണ്ടാക്കേണ്ട ലക്ഷ്യത്തോടെയാണല്ലോ ബിസിനസ് ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ എന്തുമാത്രം ഓണസ്റ്റ് ആൻഡ് എത്തിക്കൽ ആയിരിക്കണം. അല്ലെങ്കിൽ പണം ബിസിനസ്സിന് വേണ്ടി ഫാമിലിയെ നിഗ്ലക്ട് ചെയ്യുന്ന, മിനിസ്ട്രിയെ നിഗ്ലക്ട് ചെയ്യുന്ന, ചർച്ച് ടൈമിനെ നിഗ്ലക്ട് ചെയ്യുന്ന ആൾക്കാരാകാതെ ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തീരുമാനം ക്രിസ്തീയ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ ഔദ്യോഗിക ജീവിതങ്ങളിലും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെതായ കോൺസിക്വൻസ്, അതിന്റെ റിസൾട്ട് ഉണ്ട്. ആദം ഒരു തീരുമാനമെടുത്തു. അതിന്റെ പ്രശ്നങ്ങളാണ് ഇന്ന് ഭൂമി മൊത്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ തീരുമാനത്തിന്റെ കോൺസിക്വൻസ് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 30-19 വാക്യത്തിൽ, I have set before you life and death, the blessings and curse, so you choose life. ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. ഏത് തിരഞ്ഞെടുക്കണം? ആ തിരഞ്ഞെടുപ്പിനനുസരിച്ചായിരിക്കും നിന്റെ തുടർന്നുള്ള ഈ ഭൂമിയിലെ ജീവിതവും നിത്യതയും. ദൈവത്തിന് സ്തോത്രം. ജോഷുവ 24:15 ശേഖേമിൽ വെച്ച് ജനത്തോട് സംസാരിക്കുകയാണ്. ചൂസ് ടുഡേ whom you serve. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തീരുമാനിച്ചുകൊള്ളുവീൻ. ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു തീരുമാനം ജോഷുവ എടുക്കുകയാണ്. ആ ഒറ്റ വ്യക്തിയുടെ തീരുമാനത്തിന്റെയും ഉറപ്പിന്റെയും മേൽ ആ കുടുംബം മാത്രമല്ല, ആ രാഷ്ട്രം മൊത്തം ദൈവത്തെ സേവിപ്പാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. അതിന്റെ അനുഗ്രഹങ്ങൾ അവര് പ്രാപിക്കുകയും ചെയ്യുന്നു. 1 രാജാക്കന്മാർ 18:21 കർമ്മേലിന്റെ മുകളിൽ നിന്ന് ഏലൈജ പറയുകയാണ്, ഹൗ ലോങ് യു വിൽ ലിംബിങ് ബിറ്റ്വീൻ ടു ഒപ്പീനിയൻസ്, ദാറ്റ് മീൻസ് സിറ്റ് ഓൺ ദ ഫെൻസ്. ഇഫ് ദ ലോർഡ് ഈസ് ഗോഡ്, ഫോളോ ഹിം, ബട്ട് ഇഫ് ബാൽ, ഫോളോ ഹിം. മേക്ക് അപ്പ് യുവർ മൈൻഡ്സ്. യഹോവ ദൈവമെങ്കിൽ അവനെ അനുസരിക്കുക, ബാൽ ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോവുക. നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. കർമ്മേലിന്റെ മുകളിൽ വെച്ച് ജനത്തോട് പ്രവാചകൻ പറയുന്ന ഭാഗമാണിത്. ആബേലിന്റെയും കയീന്റെയും ജീവിതത്തിൽ രണ്ടുപേരും 2 തരത്തിലുള്ള സാക്രിഫൈസുകൾ, യാഗങ്ങൾ കൊണ്ടുവന്നു. ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടു, ഒരാളെ ശപിക്കപ്പെട്ടു.
പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ വരുന്ന കൊള്ളാം, യാഗ സമർപ്പിക്കുന്ന കൊള്ളാം, അത് ഒന്നുകിൽ അനുഗ്രഹമായോ അല്ലെ ശാപമായോ മാറുകയാണ്. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു യാഗം ദൈവസന്നിധിയിൽ കഴിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ടൈം പാസിന് വേണ്ടി ദൈവസഭയിൽ കടന്നു വരരുത്. ടൈം പാസിന് വേണ്ടി ദൈവസന്നിധിയിൽ വെറുതെ ചെലവഴിക്കരുത്. വി ഷുഡ് ബി സീരിയസ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു തന്റെ ജീവകാലമൊക്കെയും. അതിന്റെ ഒരു റിസൾട്ടായിട്ട് ദൈവം അവനെ മരണം കാണാതെ എടുക്കപ്പെട്ടു. നോഹയും കുടുംബവും അവർ ജീവകാലത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. താനും കുടുംബവും രക്ഷ പ്രാപിച്ചു. അബ്രഹാമിന്റെ തീരുമാനത്തിലും ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ ചാർച്ചക്കാരോടും പ്രിയപ്പെട്ടവരോടും അനുവാദം ചോദിക്കാതെ എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ശത്രു രാജ്യങ്ങളിലേക്ക്, ശത്രു മധ്യത്തിലേക്ക് താൻ പോകുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് പോലും ചിന്തിക്കാതെ അനുസരിച്ചത് കൊണ്ട് ദൈവം അബ്രഹാമിനെ ധാരാളമായി അനുഗ്രഹിച്ചു. മടങ്ങി മോശയിലേക്ക് കടന്നു വരാം. 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ, അമ്മയുടെ മുലകൂടി മാറിയ ശേഷം 40 വർഷത്തോളം ഫറവോന്റെ കൊട്ടാരത്തിലെ എല്ലാ എന്റർടൈൻമെന്റ്സ്, എല്ലാ ലക്ഷറി, എല്ലാ റിച്ച്നെസ്, അതിന്റെ സമ്പത്തും അതിന്റെ ആർഭാടങ്ങളും ശക്തമായി അനുഭവിച്ച ഒരു വ്യക്തിയാണ് മോശ. എങ്കിലും ഇവിടെ എഴുതിയിരിക്കുന്നു, പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. ഒരു തിരഞ്ഞെടുപ്പിന്റെ, ഒരു ഡിസിഷന്റെ മൂവ്മെന്റ് വന്നപ്പോൾ മതി എന്ന് വെച്ചിട്ട് അന്നത്തെ അടിമകളോടൊപ്പം ഐഡന്റിഫൈ ചെയ്യുവാൻ, താതാത്മ്യം പ്രാപിപ്പാൻ മോശ സ്വയം തീരുമാനമെടുക്കുകയാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ജനിക്കുന്നതോ, രാജകൊട്ടാരത്തിലെ ഫുഡ് കഴിക്കുന്നതോ, അവിടുത്തെ എന്റർടൈൻമെന്റ്, അതിന്റെ ആഡംബരങ്ങൾ അനുഭവിക്കുന്നതോ ഒരു പാവവുമല്ല. കാരണം ചില വർഷങ്ങൾക്ക് മുമ്പ് യോസഫ് ഇതേ കൊട്ടാരത്തിൽ ഇതേ അനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തിയാ. അതൊന്നും പാപമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് അതിന്റെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് തന്റെ ജനത്തിന് രക്ഷ വരുത്തുക, അവരെ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുക, ഇതായിരുന്നു യോസഫിനെ കുറിച്ചുള്ള ദൈവിക നിർണയം. അതുകൊണ്ട് കൊട്ടാരത്തിൽ താമസിച്ച്, കൊട്ടാരത്തിൽ ജീവിച്ച്, കൊട്ടാരത്തിൽ മരിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു. അത് പാപമായിട്ടല്ല, അത് യോസഫിന് ദൈവ നിയോഗമായി തീർന്നു. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കോൾ, അവന്റെ വിളി മറ്റൊന്നായിരുന്നു. കൊട്ടാരത്തിൽ അട്ടിപ്പേറിട്ട് മരിക്കുന്നിടം വരെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുവാനല്ല, പിന്നെയോ ജനത്തെ വിടിവിപ്പാനായതുകൊണ്ട് 40 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനത്തിന്റെ വക്കിൽ കൊട്ടാരം വിട്ടുപോകുവാൻ, അടിമകളോട് ഐഡന്റിഫൈ ചെയ്യുവാൻ താൻ തീരുമാനമെടുക്കുന്നു. പ്രിയമുള്ളവരെ, അതൊരു വലിയ നഷ്ടമാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ മോശ കാണിച്ചത് ഒരു വലിയ മണ്ടത്തരം, ഇത്രയും വലിയ. എന്നാൽ അതെല്ലാം ഉപേക്ഷിപ്പാൻ താൻ തീരുമാനിച്ചു. ഹി വാസ് സാക്രിഫൈസിങ് എവരിതിങ് ഫോർ നത്തിങ്. ലോകം പറയുന്നു ഒന്നുമില്ലായ്മയ്ക്ക് വേണ്ടി അവനെല്ലാം സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ ഒരു ആത്മീയ കാഴ്ചപ്പാടിൽ ഹി വാസ് സാക്രിഫൈസിങ് നത്തിങ് ഫോർ എവരിതിങ്. ദൈവം നോക്കുമ്പോൾ മിസ്രൈമിന്റെ അതിന്റെ സമ്പത്തുകൾ ഇതെല്ലാം സീറോയാണ്, വെറും പൂജ്യമാണ്. ആ പൂജ്യമായി അതിനെ കണ്ടുകൊണ്ട് പൂജ്യമായതിനെ ഒരു വലിയ ത്യാഗത്തിനു വേണ്ടി താൻ സമർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 11:23 നമ്മൾ പിന്നെ വായിക്കുമ്പോൾ, ഫെയ്ത്ത് അക്സെപ്റ്റ്സ് ഗോഡ്സ് പ്ലാൻ. വിശ്വാസം ദൈവത്തിന്റെ പ്ലാനുകളെ, പദ്ധതികളെ അംഗീകരിക്കുന്നു. രാജാവിന്റെ കോപം ഭയപ്പെടാതെ മാതാപിതാക്കൾ മോശയെ സൂക്ഷിച്ചു. മോശയെ 3 മാസം വളർത്തി. ഫെയ്ത്ത് റിജക്ട്സ് റിഫ്യൂസൽ ഓഫ് ഗോഡ്സ് വേൾഡ്സ് പ്രസ്റ്റീജ്. ഈ വിശ്വാസം ലോകപ്രകാരമുള്ള എല്ലാ പ്രസ്റ്റീജും റിജക്ട് ചെയ്യുവാനിടയായി തീർന്നു. നാം ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു.
മിസ്രയീമിലെ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും അവിടെ പാപത്തിന്റെ താൽക്കാലിക ഭോഗം, അതിന്റെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ by faith Moses, when he was grown up, refused to be called the son of Pharaoh's daughter, choosing rather to be ministered with the people of God than to enjoy the fleeting pleasures of sin. ഇന്ന് കാനഡയിലും ചുറ്റുപാടിലും ധാരാളം കിട്ടുന്ന ഒരു സാധനമാണ് ഫ്ലീറ്റിംഗ് പ്ലഷേഴ്സ് ഓഫ് സിൻ. Sin that is short-lived, like water in a broken cistern, speedily run out, only temporary thrill, which vibrates for a moment and needs to be reproduced again and again. The pleasures of sin leave sting behind. The pleasures of sin are expensive. നമ്മൾ പാപത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ അതൊന്നാമത് താൽക്കാലികമാണ്, അതിൻ്റെ സുഖങ്ങളെല്ലാം. രണ്ടാമത് അതിൻ്റെതായ ഒരു തിക്തഫലം തുടർന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു പക്ഷെങ്കിൽ സിൻ ലീവ്സ് എ സ്റ്റിംഗ് ബിഹൈൻഡ്. മോശകരമായ ഇമ്മോറൽ ലൈഫ് നടത്തുന്ന നിമിത്തം ജീവിതം മുഴുവൻ മരണം വരെ രോഗത്തിന് അടിമപ്പെടേണ്ടതായിട്ട് വരും. വേദോസിലെ ഒരു ഭാഗമുണ്ട്, സങ്കീർത്തനം 55:23, the wicked do not live out half of their days. ദുഷ്ടൻ അവന്റെ ആയുസിന്റെ പകുതി പോലും ജീവിക്കുന്നില്ല. അതാണ് മോസ്റ്റ് എക്സ്പെൻസീവ്. നമ്മുടെ ലൈഫ് പോലും പാപ ജീവിതത്തിന് വിലയായിട്ട് കൊടുക്കേണ്ടി വരും. Sin is fun, can feed our pride, satisfy physical desires and appetites, and offer many other pleasures. Sin has two characteristics. It is always evil and it is always passing. Pavam, always evil and always passing. Its satisfaction is destined to fade. അതിൻ്റെ ആ സന്തോഷങ്ങളെല്ലാം എത്രയും വേഗം അസ്തമിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വിട്ടോടുവാൻ ഇന്ന് രാവിലെ നാം 2 മെസ്സേജ് വഴി അത് കേട്ടതാണ്. ദൈവമക്കൾ അത് വിട്ടോടുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കാന്. Why worldly people, though immoral and criminal, seems to be successful, famous, wealthy and healthy? Many of God's most faithful saints are poor, sickly, unsuccessful and ridiculed. യോബിന്റെ 21:7-9 വരെ, why do the wicked become very powerful? Their descendants are established and their offsprings before their eyes. Their houses are safe from fear. അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ വളരെ നന്മയിൽ ജീവിക്കുന്നതായിട്ട് താൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. They spend their days in prosperity. യോബ് 21:10-15 വായിക്കുമ്പോൾ നന്മകളുടെ ദിവസങ്ങളിൽ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്നാൽ അതിന്റെ 73 സങ്കീർത്തനം 73:12-13, before they are wicked and always at ease, they have increased in wealth, surely in vain I have kept my heart. അപ്പൊ പാപത്തിൽ ജീവിക്കുന്ന അനേകരും ലോകപ്രകാരമുള്ള എല്ലാ നന്മകളിലും ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തൻ അതൊരു പ്രയാസത്തോടുകൂടെ നോക്കിക്കാണുന്നു. ഞാൻ ഭക്തിയോടെ ജീവിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ? ദാവീദിന്റെ ജീവിതത്തിൽ താന് പാപത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബർശയുമായുള്ള ബന്ധം ഭർത്താവിനെ കൊല്ലുന്നത്, എന്നാൽ തന്റെ ജീവിതത്തിൽ 51 സങ്കീർത്തനത്തിൽ താൻ കരയുകയാണ്, I know my transgressions and my sins are ever before me. എന്റെ പാപങ്ങളെ ഞാൻ അറിയുന്നു, അതെപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ബേർഷബായിലുള്ള തന്റെ കുഞ്ഞ് മരിക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് കാണുന്നു. തന്റെ മറ്റൊരു മകൻ അബ്സലോം തനിക്കെതിരായി വാളുമായി കടന്നു വരുന്നു. പിന്നീട് അവന് തൂങ്ങി മരിക്കുന്ന ഒരു രംഗം. David's sin was short-lived in pleasure but long-lived in consequence. അല്പനേരത്തേക്കുള്ള തന്റെ ആ സന്തോഷം ലൈഫ് ലോങ് കോൺസിക്വൻസിലേക്ക്, ബാഡ് കോൺസിക്വൻസിലേക്ക് മാറുവാൻ ഇടയായി തീർന്നു. God was calling Moses and he has a choice, obey or disobey. Disobeying had many attractions, easier and more enjoyable in the short run. It is harder to give up world, the pleasures and comforts one we had them and enjoyed for 40 years. 40 വർഷം താൻ അനുഭവിച്ച ലോകസുഖങ്ങൾ, ആഡംബരങ്ങൾ, പ്രശസ്തികൾ, ഇവയെല്ലാം ഇട്ടേച്ചോടുന്നത് തനിക്ക് നിശ്ചയമായും ഒരു പ്രയാസം തന്നെയായിരുന്നു. എങ്കിലും താൻ അത്
അനുസരിപ്പാനായിട്ട്, ദൈവത്തെ അനുസരിപ്പാൻ ഇടയായി തീർന്നു. താൻ ദൈവജനത്തോട് കഷ്ടമനുഭവിച്ച് തിരഞ്ഞെടുത്തു. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ താൻ ഉപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, മോശ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തത് തന്റെ ജീവിതത്തിന് ദൈവവചനത്തിൽ പ്രാധാന്യമുള്ളതായി തീരുവാനും അനേക ലക്ഷക്കണക്കിന് ദൈവമക്കളെ വിടുവിപ്പാനും ഇടയായി തീർന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ജീവിതത്തിലെ തീരുമാനങ്ങൾ നമ്മുടെ വ്യക്തിപരമായി, കുടുംബപരമായി, നമ്മുടെ രാജ്യത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ പൊസിഷൻ, ജനിച്ചത് അടിമയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിക്കുന്നത് രാജ്യത്തിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും തന്നെ വൃഥാവല്ല. അതിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ റിസൾട്ട് വളരെ വലുത് തന്നെയായിരിക്കും. ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നിത്യത വരെ അതിന്റെ റിസൾട്ട് നീണ്ടു ചെല്ലും. ഫറവോ രാജാക്കന്മാര് വലിയ കൊട്ടാരത്തിൽ താമസിച്ച ശേഷം ഇന്ന് അവര് പലരും ചെന്ന് പെട്ടിരിക്കുന്നത് ഈജിപ്ഷ്യൻ, ബ്രിട്ടീഷ് മ്യൂസിയങ്ങളിലാണ്. എന്നാൽ മോശയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ, നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ എഴുതുവാൻ, അങ്ങനെ ഇസ്രയേലിൽ വലിയ രക്ഷ വരുത്തുവാൻ മോശയുടെ ആ തീരുമാനം ഇടയാക്കിയെങ്കിൽ എന്റെയും നിന്റെയും തീരുമാനങ്ങൾ, ദൈവത്തിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ, രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനുള്ള തീരുമാനങ്ങൾ, അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ആർക്കും അളക്കുവാൻ വയ്യാത്ത വിധത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉള്ളതായിരിക്കും. ദൈവമക്കളെ, ഞാനും നീയും നാളെ ആരായി തീരുമെന്ന് ആർക്കറിയാം? ആകയാൽ ദൈവത്തിനു വേണ്ടി തീരുമാനമെടുക്കുക, ദൈവത്തിനു വേണ്ടി ലോകത്തെ വിട്ടോടുക, പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെ വിട്ടോടുക. ദൈവം നിശ്ചയമായും ശക്തമായി നമ്മളെ ഉപയോഗിക്കും. If we take a decision for the sake of Christ, definitely God will bless us and use us in the days to come in a mighty way. That is a sure word. That is what we see in the life of Moses. May the Lord bless us with these words. Rest of the portion, if I get chance, I will share in future. May the Lord bless us with these words.